മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കൂടി തോൽവി ഏറ്റുവാങ്ങിയതോടെ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടി പതറി നിൽക്കുകയാണെന്നതാണ് വാസ്തവം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച കോൺഗ്രസ് 99 സീറ്റുകളുമായി ഉയർന്നെണീറ്റിരുന്നു. എന്നാൽ പിന്നീട് 5 മാസങ്ങൾക്കിപ്പുറം നടന്ന ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയ കോൺഗ്രസ് പാർട്ടി ഒടുവിൽ മഹാരാഷ്ട്രയിലെ വലിയ തിരിച്ചടികളിൽ എത്തി നിൽക്കുകയാണ്. ജാർഖണ്ഡിൽ JMMനൊപ്പം നിന്ന് ഭരണം പിടിക്കാൻ സാധിച്ചു എങ്കിലും വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമായി കോൺഗ്രസിന് 16 സീറ്റ് വീതമാണുള്ളത്. 44 MLAമാരുണ്ടായിടത്തു നിന്നാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് 16ലേക്ക് വീണത്. ജാർഖണ്ഡിൽ 2019 ജയിച്ച 16 സീറ്റ് എന്ന നേട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ 16ൽ തന്നെ ഇത്തവണയും ഒതുക്കി നിർത്തപ്പെട്ടു എന്നും കാണാം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ദുർബലമായിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയാണ് കഴിഞ്ഞുപോയത്. മഹാരാഷ്ട്ര പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു സംസ്ഥാനത്ത് പാർട്ടിയുടെ സാധ്യതകൾ മങ്ങിപ്പോയിരിക്കുകയാണ് എന്നതാണ് വസ്തുത. 2019 തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തെ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണത്തെ പാർട്ടിയുടെ പ്രകടനം നിരാശാജനകമായി. 2019 MVAയുടെ വിജയത്തിന് പ്രധാനമായും കാരണമായത് കോൺഗ്രസും സഖ്യകക്ഷികളും നടത്തിയ ശക്തമായ പ്രചാരണമാണ്. ഭരണഘടന പൊളിച്ചെഴുതും, സംവരണ നയങ്ങൾ അട്ടിമറിക്കും തുടങ്ങിയ അജണ്ടകളാണ് BJP കൊണ്ടു നടക്കുന്നതെന്ന പ്രചാരണം ജനങ്ങളിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ജാതി സെൻസസിനായി കോൺഗ്രസ് ശക്തമായി മുന്നോട്ടു പോകുകയും തെരഞ്ഞെടുപ്പിൽ സംവരണ വിഭാഗങ്ങൾക്ക് 50% സീറ്റ് എന്ന പരിധി ലംഘിക്കാനും ആഹ്വാനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയ ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ആഹ്വാനങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ അതേ മുദ്രാവാക്യങ്ങളും പ്രമേയങ്ങളും മഹാരാഷ്ട്രയിലെ വോട്ടർമാരിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയില്ല. 2019 തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് BJP ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർവികാരങ്ങളുടെ പ്രതിഫലനമായി. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വിട്ടുപോകുന്ന വോട്ടർമാർ തിരികെ NDAയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളതായിട്ട് കാണാനും സാധിച്ചു. 62 നിയമസഭാ തിരഞ്ഞെടുപ്പുകളും 10 ലോക്സഭാ മണ്ഡലങ്ങൾക്കുള്ള കോട്ടൺ ബെൽറ്റായ വിദർഭ മേഖലയിലാണ് കോൺഗ്രസ് പാർട്ടി പ്രധാനമായും പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ വിദർഭയിൽ BJPക്ക് 2 ലോക്സഭാ സീറ്റുകൾ മാത്രമേ നേടാനായിട്ടുണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് ഇവിടെ നിന്ന് 5 സീറ്റും സഖ്യകക്ഷികളായ NCPയും ശിവസേനയും ഓരോ സീറ്റും ലഭിച്ചു. വിദർഭ ഒരു കാലം വരെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി BJP ഇവിടെ ശക്തമായ സ്വാധീനം നേടിയിട്ടുണ്ട്. വിദർഭയിൽ തിരിച്ചു വരാമെന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത്. കർഷക പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ ഇടപെടൽ വോട്ട് കൊണ്ടുവരുമെന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചതെങ്കിലും കാര്യമായ സ്വാധീനം കർഷകരിൽ ചെലുത്താൻ പാർട്ടിക്കായിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നടത്തിയ പ്രകടനം BJPയുടെ പ്രതീക്ഷകൾ തകർത്തിരുന്നു. BJPക്ക് 2019 ഉണ്ടായിരുന്ന 303 സീറ്റുകൾ 240 കുറയ്ക്കാനും കോൺഗ്രസിന് സാധിച്ചതാണ്. എന്നാൽ ഈ തിരിച്ചടി മറികടക്കുന്ന വിജയമാണ് ആദ്യം ഹരിയാനയിലും ഇപ്പോൾ മഹാരാഷ്ട്രയിലും BJP നേടിയിരിക്കുന്നത്. ഹരിയാനയിൽ ഉണ്ടായ ദയനീയ പരാജയത്തോടെ കോൺഗ്രസിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിലെ വിജയം ഏറെ നിർണായകമായിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കടുത്ത വെല്ലുവിളിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നേതൃത്വം സ്ഥാനം ഉറപ്പിക്കാൻ മഹാരാഷ്ട്രയിലെ വിജയം പാർട്ടിക്ക് അനിവാര്യവുമായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലെ മോശം പ്രകടനം സഖ്യത്തിനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ മേധാവിത്വത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന കാര്യത്തിൽ തർക്കമേയില്ല.